നിരന്തരമായി ഭീഷണി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കോളാണ്. ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഇന്നലെ അയച്ച മെസ്സേജാണ്. KUNNE ആണ്. അവസാനിക്കും. എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമുള്ളൂ. ആണല്ലോ. നിനക്കുള്ള 18ന്റെ പണി ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഞാൻ മുഹമ്മദിന്റെ മകൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നാ ഇപ്പൊ ശരിയായി തരാം. ഇത് ലിയാഖത്ത് അലിയാണോ സംസാരിക്കുന്നത്? അതെ. ഞാൻ മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയാണ്. ഇയാൾക്ക് എന്താണ് വയ്യേ? ശബ്ദം കേട്ടിട്ട് നല്ല സ്വീറ്റാ, കണ്ടാൽ എങ്ങനെയാ? അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും റസൂലിനെയും ഒക്കെ ഇങ്ങനെ വിമർശിക്കുന്നത്? എന്റെ ഉപ്പാനൊക്കെ കുറെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ വന്നു, പുനർജനിച്ചിട്ട് വന്നു. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ ഞാനിപ്പോ ജീവനോട് ഉണ്ടോ വന്നു. നിങ്ങൾ എങ്ങനെയാ മരിച്ചതെന്ന് പറയാം. അപ്പൊ ബാക്കി കഥ അപ്പൊ നമുക്ക് പറയാം. ഭയങ്കര കോമഡിയാ. ഞാൻ മനുഷ്യന്മാർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് മരിച്ചതാ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. പറയും. ജലദോഷം പനിയായിരുന്നു, ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ. അതിനുശേഷം എന്തു പറയാ, ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ വീട്ടില് തീയിട്ടിട്ടുണ്ട്. അതറിയോ? ആ കഥ അറിയോ? തീയിട്ട കഥ അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ ബാക്കിയും കൂടെ കേട്ടോ. തീ ഇടുന്നതിന് മുമ്പ് വാതിൽ ചവിട്ടി പൊളിച്ച ഒരു കഥയും കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്തോ? അങ്ങനെ ചെയ്തില്ല, അതിലും വലുതാ ചെയ്തത്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ മരിക്കുകയാണ്. നിങ്ങൾ മരിക്കുകയല്ല, നിങ്ങൾ അറബി മൂലഭാഷ ആയതുകൊണ്ടുള്ള പ്രശ്നം, സോറി മാതൃഭാഷ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. മരിക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയേണ്ടത്. ഇയാളെ പഠിപ്പിക്കൊന്നും വേണ്ട. അതെന്തെങ്കിലും ആയിക്കോട്ടെ, റൂഹ് പോയി, മനസ്സിലായോ? ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. വടിയായി. അതിപ്പോ ഇങ്ങനെ പറയാ സാർ, കാലൊക്കെ ഒരുപാട് പോയില്ലേ? അപ്പൊ നീ ഒരു കാര്യം മനസ്സിലാക്ക, നീയും നിന്റെ കൂട്ടക്കാരെല്ലാരും ഒരു കാര്യം മനസ്സിലാക്ക. എന്താന്ന് വെച്ചാല് മുഹമ്മദ് നബിയും അവരുടെ കുടുംബമൊക്കെ വന്നിട്ടുണ്ട്, തിരിച്ചു വന്നു, മടങ്ങി വന്നു. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പൊ ഇനിയിപ്പൊ നിന്നൊക്കെ ഇവിടുന്ന് എന്താ പറയാ, ഇങ്ങനെ നിയമത്തിനൊന്നും നിന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ നിന്നൊക്കെ മുല്ലപ്പെരിയാറിലിട്ടിട്ട് കൊല്ലാൻ പോകുന്നെന്ന് എനിക്ക് പടച്ചോന് സ്വപ്നത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്, ഫിറൗനെ കൊന്ന പോലെ. നീ പേടിക്കണം, അത്രേ ഉള്ളോ? നിങ്ങളിപ്പോ കാസർഗോഡാണ് ഇറങ്ങിയത്, മംഗലാപുരത്താണ് ഇറങ്ങിയത്? ഒരു മാസ ഡയലോഗ് അടിക്കുമ്പോ കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും കാണിച്ചില്ല. ഞാൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ വേറെ മതത്തെ കുറിച്ചൊന്നും നീ പറയുന്നില്ലല്ലോ. ഇസ്ലാമിനെ മാത്രം എന്താടാ നിന്റെ ലക്ഷ്യം? വോയിസ് ചേഞ്ചർ നല്ലതാണ്. ഏതാ വോയിസ് ചേഞ്ചർ ഏതാന്ന് പറഞ്ഞുതരോ? ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. മോനെ, എന്റെ പവർ എന്താന്ന് നീ അറിയും. ഓക്കെ, സാറ് പുലിയായിരുന്നല്ലേ? ഇല്ലാത്ത അള്ളാഹുവിന്റെ പവർ നീ അറിയും. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? ഇല്ലാത്ത അള്ളാഹുവിന്റെ പവർ. നീ പറയുന്ന ഞാൻ പറയുന്ന ഇല്ലാത്ത അള്ളാഹുവിന്റെ. കാസർഗോട്ട് മഴയുണ്ടോ? കാസർഗോട്ട് മഴയല്ല, മൂത്രമുണ്ട്, മൂത്രം. പോട്ട് തൊല്ല കേസാണ്. വാളി പുള്ളരാണെന്ന് തോന്നുന്നു. നമ്മൾ വല്ല പറഞ്ഞോണ്ടിരുന്ന പിന്നെ കൊണന്ന് പറഞ്ഞോണ്ടിരിക്കും. അത് കുടിച്ചോളെ, വയറുവേദന മാറി കിട്ടും. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ഒരു വൃദ്ധയായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു ദിവസം റസൂലുള്ള മൂത്രമൊഴിച്ച് പാത്രം രാത്രി മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകര് ഉറങ്ങുന്ന സമയം ഈ ആയിഷയുടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന. അവള് നോക്കിയപ്പോ പ്രവാചകന്റെ മൂത്രമൊഴിച്ചു വെച്ച് പാത്രം എടുത്ത് കുടിച്ചു. അവള്
പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കുടിച്ചത്. അവരുടെ വയറുവേദന നിന്നുപോയി. കടച്ചിലല്ല, കൈപ്പണിയാ, കൈപ്പണി. I will show you who I am, okay? നിങ്ങൾ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിച്ചാലോ. ബാക്കിയുള്ളവന്റെ ഭാഷയിലാണ് ശ്രദ്ധ. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? എന്തോ വട്ട് കേസ്.